Good morning. Today we are going to discuss about differential piece rate systems. Differential piece rate systems refer to all those systems of wage payment under which workers are paid wages at different piece rates depending upon their level of efficiency. Under this system, a standard output is fixed. Different piece rates are fixed for different levels of output. High piece rates are given to workers whose performance exceeds the standard, and low piece rates are given to workers whose performance is below the standard. വർക്കേഴ്സിന് ഡിഫറൻറ്റ് പീസ് റേറ്റ്സ് തീരുമാനിക്കുകയും അത് അവരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുകയും ചെയ്യുന്ന വേജ് സിസ്റ്റമാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന് അഥവാ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കേഴ്സിനെ എഫിഷ്യൻസി കൂടുതലുള്ള വർക്കേഴ്സായി പരിഗണിക്കുകയും അവർക്ക് ഹൈ പീസ് റേറ്റ് നൽകുകയും ചെയ്യുന്നു. എന്നാൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന് താഴെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ എഫിഷ്യൻസി കുറഞ്ഞ വർക്കേഴ്സായി പരിഗണിക്കുകയും അവർക്ക് ലോ പീസ് റേറ്റ് നൽകുകയും ചെയ്യുന്നു. The following are the important methods of differential piece rate systems. Taylor's differential piece rate system, Merrick's multiple piece rate system, and Gantt task and bonus plan. Taylor's differential piece rate. FW ടൈലർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ഇവിടെ രണ്ട് പീസ് റേറ്റാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുക. ഒന്ന് ഹൈ പീസ് റേറ്റും മറ്റൊന്ന് ലോ പീസ് റേറ്റും. എഫിഷ്യൻസി കൂടിയ വർക്കർക്ക് ഹൈ പീസ് റേറ്റും എഫിഷ്യൻസി കുറഞ്ഞ വർക്കർക്ക് ലോ പീസ് റേറ്റുമാണ് നൽകുക. വർക്കറുടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള മാനദണ്ഡം എന്ന് പറയുക ഓരോ വർക്കും പൂർത്തീകരിക്കാൻ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറഞ്ഞ ഒരു സമയമാണ് ആ വർക്ക് പൂർത്തീകരിക്കാൻ എടുക്കുന്നത് എങ്കിൽ അത് എഫിഷ്യൻ്റ് വർക്കറായിരിക്കും. സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കൂടിയ ഒരു സമയമാണ് അത് പൂർത്തീകരിക്കാൻ എടുക്കുന്നത് എങ്കിൽ അത് ലെസ് എഫിഷ്യൻ്റ് വർക്കറായിരിക്കും. മറ്റൊരു മാനദണ്ഡം ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. റീസണബിളായിട്ട് പറയപ്പെട്ടിരിക്കുന്ന സമയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആ മാനുഫാക്ചറിങ് കൺസേൺ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പറയപ്പെടുന്ന സമയപരിധിക്കുള്ളിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടിയ ഒരു ആക്ച്വൽ ഔട്ട്പുട്ട് വർക്കർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ
അയാൾ എഫിഷ്യൻ്റ് വർക്കറാണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെ എണ്ണം കുറവാണ് എങ്കിൽ ആ വർക്കർ എഫിഷ്യൻസി കുറഞ്ഞ വർക്കറും ആണ്. This system was originated by F.W. Taylor, the father of scientific management. Under this system, a standard time is fixed for each job so that the amount of work expected to be performed by any worker of reasonable efficiency is clearly known. A worker who finishes the work within the standard time is paid at a higher rate. But the worker who cannot complete the work within the standard time is paid at a lower rate. Thus, two piece rates are fixed, one for the efficient worker and the other for less efficient. The efficiency of a worker may be determined either as a percentage of actual time taken over the standard time allowed, or as a percentage of actual output over the standard output within a specified time. Advantages: rewards efficiency, incentives to produce more, reduced overhead rates, rate of productivity കൂടുതലായതുകൊണ്ട് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് കുറയുന്നു. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുവാൻ സാധിക്കുന്നു. അട്രാക്ട്സ് എഫിഷ്യൻറ്റ് വർക്കർ. As there is clear distinction in payment between efficient and inefficient workers, more efficient workers are attracted from other firms in the industry. Low labor turnover. As efficient workers are paid at a higher rate, they are forced to remain in the firm itself, resulting in low labor turnover ratio. Elimination of inefficient workers. As inefficient workers are paid at a lower rate, a feeling of dissatisfaction naturally arises, forcing them to leave the organization. Disadvantages: does not guarantee minimum wages. As the workers are not guaranteed any minimum wages, they feel insecure. Punishment to beginners and slow workers. High discrimination. This method highly discriminates efficient from inefficient, resulting in disunity among workers. Difference in costs of job. Cost of same type of jobs done by efficient and inefficient workers show wide variation.